ഒരു അപമാനം ഏൽക്കാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഐ എം നോട്ട് ഓക്കെ, ഞാൻ ശരിയല്ല. സെൽഫ് ഡൗട്ട്, ഒരു സമൂഹത്തെ ഫേസ് ചെയ്യാനുള്ള പ്രശ്നം, ചിലപ്പോൾ ഹാർട്ടിന്റെ വെയിറ്റ് കൂടുന്നു. പ്രാണി ഹീലിംഗ്, അർഹാദിക് യോഗ ടെക്നിക്കുകളിൽ അതിവേഗം നമുക്ക് സുഖപ്പെടാനുള്ള വഴിയുണ്ട്. നമസ്തേ. ഇതൊരു പ്രത്യേക വിഷയമാണ്. ഒരു അപമാനം ഏൽക്കാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ക്ലാസ് റൂമിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിലായിരിക്കുമ്പോൾ നാം പറഞ്ഞ തമാശയ്ക്ക് അല്ല ഒരു ജീവിതാനുഭവത്തിന് കൗണ്ടറായിട്ട് വളരെ നെഗറ്റീവായിട്ടൊരു സംഗതി വരിക, നമ്മുടെ ഇരട്ടപ്പേര് വിളിക്കുക, അങ്ങനെ ഇരട്ടപ്പേര് വീണു പോവുക, ഇതൊക്കെ വളരെ സംഘർഷം ഉണ്ടാകുന്ന കാര്യമാണ്. അന്ന് രാത്രിയിൽ ഉറങ്ങാൻ കഴിയില്ല, ഒരുപക്ഷെ പല രാത്രികൾ. എന്താണ് അവിടെ സംഭവിക്കുന്നത്? പഴയതെല്ലാം ഇങ്ങനെ ചകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് അന്ന് നടന്ന ആ സംഭവത്തെ വീണ്ടും കാണാൻ ശ്രമിക്കും, അവിടെ നടന്നതൊക്കെ വീണ്ടും വീണ്ടും കേൾക്കും, അതൊരു എക്സ്പീരിയൻസ് ആക്കി മാറ്റും. ഇതാണ് മെൻ്റൽ റീപ്ലേ എന്ന് പറയുന്നത്. അതായത് ഒരു പഴയ അനുഭവത്തെ റീകോൾ ചെയ്ത് അത് റീപ്ലേ ആക്കി മാറ്റുകയാണ്. ഓരോ ഓർമ്മയല്ലത്, ഇതെല്ലാം പുനരാവിഷ്കരിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊണ്ടുപോവുകയാണ്. ഈ റീപ്ലേ നടക്കുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുന്നു, മുഖം ചൂടാകുന്നു, നമ്മുടെ ഉള്ളിൽ സംഘർഷം കൊണ്ട് നിറയുന്നു, വിയർക്കുന്നു, വളരെ മനസ്സ് അസ്വസ്ഥമാകുന്നു. ഇതെല്ലാം ആ സന്ദർഭത്തിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ കടന്നു പോകുന്നത്? ഇത് മനസ്സിൻ്റെ ഒരു പീഡയാണോ, അല്ലെങ്കിൽ ഒരു ശാപമാണോ? അങ്ങനെയൊന്നുമല്ല. മനസ്സ് ഒരു പ്രത്യേക അനാലിസിസിലൂടെ കടന്നു പോവുകയാണ്. എന്താണത്? എനിക്കെങ്ങനെ ഇതുപോലൊരു സാഹചര്യത്തെ നേരിടാൻ സാധിക്കും, അഥവാ ഈ ഒരു സാഹചര്യം ഇങ്ങനെയായിരുന്നോ നേരിടേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്തമായ വേറെ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങളിലൂടെ ഒന്ന് നേരിട്ടിരുന്നെങ്കിലോ? അങ്ങനെ ഉള്ളിൽ ഇതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ഓപ്ഷൻസ് വെച്ച് പ്ലേ ചെയ്ത് ചികഞ്ഞ് കിട്ടാവുന്ന അനുഭവങ്ങളെയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ആ അനാലിസിസ് മുന്നോട്ട് പോകും. നമ്മൾ വിചാരിക്കും ഈ അനാലിസിസ് കൊണ്ട് എവിടെയെങ്കിലും എത്തിച്ചേരുമെന്ന്. അങ്ങനെ എത്തിച്ചേരില്ല. ഇത് സുദീർഘമായി നെവർ എൻഡിങ് ആയിട്ട് എവർ ലാസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ആ അനുഭവങ്ങളെ അതിനോട് കൂട്ടിച്ചേർത്ത് വെക്കാൻ തുടങ്ങും. എന്താവും പരിണത ഫലം? ഇത് ഒരു ബിലീഫ് സിസ്റ്റമായിട്ട് നമ്മളിൽ മാറും. ഒരു ബിലീഫ് നമ്മളിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണ്? ഐ എം നോട്ട് ഓക്കെ, ഞാൻ ശരിയല്ല. എപ്പോഴും ഒരു പിൻവലിയൽ നമുക്കുണ്ടാവും. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിനി ഉപയോഗിക്കണ്ടേ, ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളിലൊക്കെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, ഇങ്ങനെ എപ്പോഴും ഒരു പരാജയ ഭീതി ഉള്ളിൽ അലയടിച്ചുകൊണ്ടിരിക്കും. ഓരോ വാക്കിലും മറ്റുള്ളവർ എന്നെ ജഡ്ജ് ചെയ്യാണ് എന്നൊരു ധാരണ ഉള്ളിലുണ്ടാകും. പരിണിത ഫലമായി ഒരു ബിഹേവിയറൽ ചേഞ്ചാണ് അവിടെ സംഭവിക്കുന്നത്. ഇതുവരെ തൻ്റെ സ്വഭാവത്തിലുണ്ടായിരുന്ന പല മേന്മകളും പ്രത്യേകതകളും പെതുക്കെ മാഞ്ഞിട്ട് ഈ ചിന്ത തനിക്ക് ഏറ്റ അഭിമാനത്തിലൂടെ ഉണ്ടാകുന്ന ഒരു സ്വഭാവ രൂപീകരണത്തിലേക്ക് അത് വഴിതിരിയുകയാണ്. സെൽഫ് ഡൗട്ട്, ഒരു സമൂഹത്തെ ഫേസ് ചെയ്യാനുള്ള പ്രശ്നം, തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട്, തന്നേക്കാൾ മുതിർന്ന ആൾക്കാരെ അമിതമായി ആശ്രയിക്കേണ്ടി വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അനുസരിക്കേണ്ടി വരുന്നു. ഇതൊരവസ്ഥയിലേക്ക് അയാൾ കടന്നു പോവുകയാണ്. അതായത് തൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായ ഒരു അപമാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു സംഘർഷത്തിൽ നിന്ന്, അത് ഒരു ചെറിയ സന്ദർഭത്തിൽ മാത്രമാണെങ്കിൽ പോലും തൻ്റെ ജീവിതകാലത്തിൽ മാറാതെ പിന്തുടരുന്ന ഒരവസ്ഥയായി, ഒരു സ്വഭാവമായി അത് രൂപപ്പെടുന്നു എന്ന് നമുക്ക് കാണാം. ഈ മെൻ്റൽ പ്ലേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടും പൊതുവെ അയാൾ വീക്കായതുകൊണ്ടും അവിടെ മനസ്സ് ഈ അനുഭവത്തെ പൂർണ്ണമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഒട്ട് പൂർണ്ണമാകുന്നുമില്ല. ഇതാണ് അവിടുത്തെ പ്രതിസന്ധി. ഈ മെൻ്റൽ റീപ്ലേ തന്നെ മനസ്സിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ്, ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. തന്നെ സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ രക്ഷപ്പെടുകയാണെന്ന്. അങ്ങനെയല്ല, മറിച്ച് എന്താ അവിടെ സംഭവിക്കുന്നത്? ഒരു പരിമിതമായ ഒരു അവസ്ഥയിലേക്ക് അയാൾ മാറുകയാണ്. അയാൾ ഏതാണ്ട് ഒരു തടവിലാക്കപ്പെട്ട അവസ്ഥയിലേക്ക് ചുരുങ്ങിപ്പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരാൾ നമ്മെ കുറ്റപ്പെടുത്തി വേദനിപ്പിച്ചു, അത് നമ്മൾ ഉണ്ടായ സംഘർഷം അവിടെ കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിന് സമാനമായ ഒരു അടുത്തൊരു അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ആ പഴയ അനുഭവത്തോട് ചേർത്ത് വെച്ചായിരിക്കും മനസ്സ് അതിനെയും അനലൈസ് ചെയ്യുന്നത്. ഇങ്ങനെ 1, 2, 3 അനുഭവങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു തോട്ട് പാറ്റേൺ
അവിടെ ഡെവലപ്പ് ചെയ്യുകയാണ്. ആ പഴയ സംഭവത്തെ എങ്ങനെയാണോ കാണാൻ ശ്രമിച്ചത്, ഏത് മോഡിലൂടെയാണോ അതിനെ അനലൈസ് ചെയ്തത്, അതേ മെത്തഡോളജി വെച്ച് തന്നെ നമ്മൾ വീണ്ടും അതിനെ അനലൈസ് ചെയ്യും. രണ്ടാമത്തെ പ്രശ്നങ്ങളെ അങ്ങനെ അനലൈസ് ചെയ്യും, മൂന്നാമതും അങ്ങനെ ചെയ്യും. അപ്പോഴത്തേക്ക് ഒരു തോട്ട് പാറ്റേൺ അവിടെ ഡെവലപ്പ് ചെയ്യുകയാണ്. ആ അനുഭവം ഒരു ഹാർട്ടാണ്, അതിലൂടെ ഒരു ഫിയർ ഉണ്ടാകുന്നു, ഒരു റിജക്ഷൻ ഉണ്ടാകുന്നു. അതാണ് അയാളുടെ അനുഭവം അവിടെ. അതിലൂടെ ഒരു തോട്ട് ഡെവലപ്പ് ചെയ്യാണ്, എനിക്ക് ഇതിനെ അതിജീവിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഐ എം നോട്ട് ഓക്കെ, ഞാൻ ശക്തനല്ല എന്നുള്ളൊരു ധാരണ മനസ്സിൽ തോട്ട് രൂപപ്പെടുന്നു. ഇമോഷൻസ് ആകുമ്പോഴത്തേക്ക് ഉള്ളിൽ വലിയ പെയിൻ ഉണ്ടാക്കുന്നു, ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്നു. ഇത് ഒരു റെപ്പറ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്, പുതിയ പാറ്റേൺ ഡെവലപ്പ് ചെയ്യുന്നു. ആ പാറ്റേൺ ശക്തമായിക്കൊണ്ടേയിരിക്കുന്നു. ഒരു സ്ക്രൂ ഒരു പ്രതലത്തിലേക്ക് അത് കറങ്ങി ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് പോലെ അത് ആഴത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് അങ്ങോട്ടേക്ക് പിരിച്ചു കയറ്റുന്നതിനനുസരിച്ച് ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ആ നട്ട് അഴിച്ചെടുക്കണം, അല്ലെങ്കിൽ സ്ക്രൂ തിരിച്ചു വരണമെങ്കിൽ റിവേഴ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. പക്ഷേ ലഭ്യമായ സാഹചര്യങ്ങളെല്ലാം ഈ സ്ക്രൂവിനെ മുറുക്കുന്നതാണ്, അത് ആഴങ്ങളിലേക്ക് പോവുകയാണ്, കൂടുതൽ ടൈറ്റ് ആവുകയാണ്. ഇതാണ് ആ സംഘർഷത്തിലിരിക്കുന്ന ഒരാളുടെ അനുഭവം. തോട്ട് പാറ്റേൺ പതുക്കെ കൊണ്ട് ഒരു വിശ്വാസത്തിലേക്ക്, ഒരു ബിലീഫിലേക്ക് അത് മാറുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഇവല്യൂഷൻ എന്ന് പറയുന്നത്. പാറ്റേൺ ക്രിയേറ്റ്സ് ബിലീഫ്. ആ ബിലീഫ് എന്താണ്? ഐ എം നോട്ട് വാല്യൂഡ്. ഈ ബിലീഫ് തന്നെ തോട്ട് പാറ്റേണിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. അങ്ങനെ ഓരോ എക്സ്പീരിയൻസും ആ പാറ്റേണിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിനോടൊപ്പം ബിലീഫ് വീണ്ടും പാറ്റേണിനെയും സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിണിത ഫലമായിട്ട് നാച്ചുറലായിട്ടൊരു എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും, ഉദാഹരണമായിട്ടൊരു ചെറിയൊരു തമാശ ഒരാൾ പറഞ്ഞാൽ പോലും, ഐ ആം റിജക്റ്റഡ്, ഐ എം നോട്ട് ഓക്കെ, ഐ എം ഹ്യൂമിലിയേറ്റഡ്, ഇങ്ങനെയുള്ള ധാരണകളാണ് അയാൾ ജനിക്കുന്നത്. അത് വീണ്ടും പാറ്റേണിലേക്കാണ് ചെല്ലുന്നത്. അത് സ്ക്രൂ മുറുക്കുന്ന പോലെ വീണ്ടും ആഴങ്ങളിലേക്ക് കയറുകയാണ്. ഒരു ചെറിയ അനുഭവം പോലും അയാളെ ട്രിഗേർഡ് ആക്കുന്നു. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴത്തേക്ക് അയാൾ പൊട്ടിത്തെറിച്ചു പോവുകയാണ്. അവിടെ അയാൾക്ക് ചിന്തിക്കാനുള്ള ഗ്യാപ്പ് കിട്ടുന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് റെസ്പോണ്ട് ചെയ്തു പോവുകയാണ്. ഇതാണ് അയാളുടെ അവസ്ഥ. ബ്രെയിൻ വാണ്ട്സ് ടു സേവ് എനർജി. എപ്പോഴും ബ്രെയിൻ അങ്ങനെയാണ്. ഒരു അനുഭവം നമുക്കുണ്ടായി കഴിയുമ്പോഴത്തേക്ക് അതിലൂടെ പ്രോഗ്രാം ചെയ്യപ്പെടുന്ന ആ ഒരു സംഗതി ഇതുപോലെ സമാനമായ ഒരു അനുഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇനി ആ പ്രത്യേകമായ അനുഭവത്തെ അനലൈസ് ചെയ്യാൻ മെനക്കെടാതെ ആ പ്രോഗ്രാംഡായിട്ടുള്ള പഴയ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ മോഡിൽ നിന്നുകൊണ്ട് അതിനെ കാണാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ പുതിയ ഒരു രീതിയിലൂടെ അയാൾക്ക് റിയാക്ട് ചെയ്യാൻ കഴിയില്ല, മറിച്ച് ആ പഴയ പാറ്റേൺ തന്നെ അദ്ദേഹം റിയാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അതാണ് അയാൾക്ക് സേഫ് മോഡെന്ന് ധരിക്കുകയാണ്. അതാണ് അയാൾ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രതിസന്ധിയിലാവുന്ന സന്ദർഭത്തിൽ ഓൾഡ് പാറ്റേണിന് റെഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. എങ്ങനെ നമുക്കിതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും? ഏറ്റവും പ്രധാനമായിട്ട് ഈ നമ്മൾ ഇങ്ങനെ ഒരു ഇമോഷനിലൂടെ കടന്നു പോകുന്നു എന്നുള്ള തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്തുണ്ടാകുന്ന അനുഭവങ്ങളെയെല്ലാം ഒബ്സർവ് ചെയ്യണം. നമ്മുടെ ഹാർട്ട് ബീറ്റ്, ചിലപ്പോൾ ഹാർട്ടിൻ്റെ വെയിറ്റ് കൂടുന്നു, മുഖം ചൂടാകുന്നു, ഉള്ളിൽ വലിയ ടെൻഷൻ ഉണ്ടാകുന്നു. ഇതൊക്കെ ശാന്തമായി 2-3 ബ്രീത്ത് ചെയ്ത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ നിമിഷം നമുക്ക് അങ്ങനെ ആയിരുന്നോ അത് പെരുമാറേണ്ടിയിരുന്നത് എന്നതിനേക്കാൾ, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിനേക്കാളും നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെ, അതിജീവന ശക്തിയെ ഉണർത്താനായിട്ട് നമുക്ക് സാധിക്കും. ഞങ്ങളുടെ ക്ലിനിക്കിൽ ഇത്തരം പ്രതിസന്ധിയായി വരുന്ന ആൾക്കാരെ ഇത് സെൽഫ് അനാലിസിസിലൂടെ അല്ലെങ്കിൽ റിലാക്സേഷൻ തെറാപ്പിയിലൂടെ, പ്രാണിക് ഹീലിങ്ങിലൂടെയൊക്കെയാണ് അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നത്. പ്രാണിക് ഹീലിംഗ് സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ എല്ലാ മനുഷ്യരിലും ഒരു എനർജി ബോഡിയുണ്ട്, ചക്രയുണ്ട്, മെറിഡിയൻസ് ഉണ്ട്. അതാണ് നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് എനർജി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്തെങ്കിലും ഒരു സംഘർഷം ഉണ്ടാവുക, ഇതുപോലൊരു വിഷമം ഉണ്ടാവുക, അത്തരം സന്ദർഭങ്ങളിൽ ഓൾറെഡി ഓടിക്കൊണ്ടിരിക്കുന്ന ഊർജത്തിലേക്ക് ഒരു പുതിയ ഫ്രീക്വൻസി ഓഫ് എനർജി പ്രവേശിക്കുകയാണ്. നമ്മുടെ ഓരോ ചിന്തയും ഓരോ ഇമോഷനും നമ്മുടെ ഊർജ ശരീരത്തിൽ, ചക്രയിൽ ഇംപ്രഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഇംപ്രഷൻസും കൂടെ ചേർന്നാണ് പിന്നെ നമ്മുടെ പെരുമാറ്റവും നമ്മുടെ വ്യക്തിത്വവും എല്ലാം ഇരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഡിഫൻസ് മെക്കാനിസം ഒക്കെ വെച്ച് ഇതിനെ കൈകാര്യം ചെയ്യാനും പുറന്തള്ളാനും ഒക്കെ നമ്മൾ ശ്രമിക്കും, ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കും. പക്ഷേ അതൊക്കെ അപൂർണമാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ബാക്കപ്പ്, ഇതിൻ്റെ ഒരു ചെറിയ രൂപം എപ്പോഴും നമ്മളിൽ ഇങ്ങനെ
ഉണ്ടാവുകയും അത് നമ്മളിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അതായത് നമ്മുടെ ദുഃഖം, കോപം, സംഘർഷം, സങ്കടം ഇതെല്ലാം ചെറിയ എനർജി പാർട്ടിക്കിൾസ് ആയിട്ട് പാറ്റേണായിട്ട് ഊർജ രൂപത്തിൽ നമ്മളിൽ സ്വരൂപിക്കപ്പെടുന്നുണ്ട്, അത് നമ്മളിൽ ഇംപ്രഗ്നേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ എനർജി റിലീസ് ആകാതിരിക്കുന്നത് കൊണ്ട് ഇത് നമ്മുടെ എനർജി സ്റ്റാഗ്നൻ്റ് ആക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ബാക്കപ്പ് നമ്മൾ കിടക്കുന്നതുകൊണ്ട് സമാനമായ സാഹചര്യങ്ങൾ വരുമ്പോഴെല്ലാം ഇത് ആക്ടിവേറ്റ് ആവും, ഇത് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇത് നമ്മുടെ ചക്രകളെ ഇംബാലൻസിലേക്ക് നയിക്കും, ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടാക്കും, ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഇത് മനസ്സിലും ശരീരത്തിലും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ഇംപ്രഷൻസ് കൊണ്ട് ഉണ്ടാകുന്നു. പ്രാണിക് ഹീലിംഗ് സിസ്റ്റത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്ക് എന്ന് പറയുന്നത്, തന്ത്രം എന്ന് പറയുന്നത് പ്യൂരിഫിക്കേഷനാണ്. ഊർജ തലത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഊർജത്തിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന ഫ്രീക്വൻസി ഉള്ള എനർജി കൊണ്ട് അതിനെ സ്വീപ്പ് ചെയ്ത് കളയുക, ശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പ്രാണിക് ഹീലിംഗ് ചെയ്യുന്നത്. പ്രാണിക് ഹീലിംഗ് ടെക്നിക്ക് വെച്ച് നമ്മുടെ ശരീരത്തിലും പ്രാണിക് സൈക്കോതെറാപ്പി ടെക്നിക്ക് വെച്ചിട്ട് നമ്മുടെ വൈകാരിക മാനസിക തലങ്ങളിലും ഉണ്ടാക്കിയിട്ടുള്ള ഇംപ്രഷൻസിനെ ഡീകോഡ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഒപ്പം പ്രാണിക് ഹീലിംഗിൻ്റെ തന്നെ ഉയർന്ന തലമായ അർഹാറ്റിക് യോഗയിൽ ആഴങ്ങളിൽ പതിഞ്ഞുപോയ വൈകാരിക മാനസിക ഇംപ്രഗ്നേഷൻസിനെയും ഇംപ്രഷൻസിനെയും ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡീകോഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അതിൻ്റെ പ്രാക്ടീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം പ്രാണിക് ഹീലിംഗ് അർഹാറ്റിക് യോഗ ടെക്നിക്കുകളിൽ അതിവേഗം നമുക്ക് സുഖപ്പെടാനുള്ള വഴിയുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. നമസ്തേ.